ലീഡർ എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുകയാണ് സാർ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ലീഡറിനേക്കാൾ വലിയ ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾക്ക് കഥ പറയാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന്. അപ്പൊ അതിനൊരു അവസരം കൊടുക്കണം സാർ. എല്ലാം ഞാൻ കേട്ടല്ലോ. ഞാൻ എയർപോർട്ട് തുടങ്ങി കേൾക്കാം. ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നു. ശരി സാർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും ഈ പാവപ്പെട്ട മുഖ്യന്റെ നമസ്കാരം. കേരളത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാർന്നൂർ ഇവിടെ വന്നിട്ട് ഇവിടെയും പ്രശ്നം. ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ കൈകടത്തുക എന്ന് പറഞ്ഞാൽ വളരെ പൈശാചികവും വളരെ മൃഗീയവുമാണ്. നിങ്ങൾക്കൊരു കഥ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അത് അവതരിപ്പിച്ചോ. ഒരു മുഖ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ട് പരിഹരിച്ചോളാം. അത് കഥ പറഞ്ഞു. ശരി സാർ. പറഞ്ഞോളേ. നമസ്കാരം. അല്ല, ഇപ്പൊ അവരൊരു കഥ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവർ ഈസ്റ്റ് കോസ്റ്റ് ബസ്സിന് പൈസയൊക്കെ കൊടുത്തിട്ടാണ് ഈ വേദിയിൽ കൈയടക്കിയിരിക്കുന്നത്. അപ്പൊ അതൊന്നും നടത്തിക്കോട്ടെ സാർ. ഇത് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് ചില ന്യായങ്ങളൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് ഞങ്ങളൊരു ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇത് നടക്കില്ല സാർ, ഇത് നടക്കില്ല. ഒന്ന് അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. ചാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഏതായാലും അവരൊരു ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ ഏതായാലും പിന്നീട് നമുക്ക് അതിനൊരു വഴി ഉണ്ടാക്കാം. ഞങ്ങൾ ആ ഈസ്റ്റ് കോസ്റ്റ് വിജയന് കാശ് കൊടുത്ത് വേദി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് സാർ. പിന്നെ അവന്റെ കഥ പറയാം. അവൻ വളർന്നു വരുന്ന ഒരു കലാകാരനല്ലേ സാർ? അതെ, വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു മുഖ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഇടപെടാതിരിക്കാൻ പറ്റില്ല സാർ. ഒന്നാമത് ഇത് വളരെ വൃത്തികെട്ട കഥയാണ്, മഹാബോറാണ്. വളരെ VIP ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് വൃത്തികെട്ടവരാണ് സാർ. ഇവന്റെ അച്ഛനെ അപ്പൂപ്പനെ ഒക്കെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കുടുംബത്തോടെ നമുക്ക് അടിക്കാൻ പറ്റുമോ? ഒന്ന് സാറ് പറഞ്ഞിട്ട് ഇത് നടക്കില്ല സാർ. ഈ വൃത്തികെട്ട കഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് നമ്മൾ ഇതെങ്ങനെ നടത്തുന്നത്? ഒരു പ്രോഗ്രാം ആളുകളെല്ലാം വന്ന് കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ കയറി നിങ്ങളായിട്ട് കുളവാക്കണ്ട സാർ. വളർന്നു വരുന്ന കലാകാരന്റെ ഭാവന മുരടിപ്പിക്കരുത്. അവസരം സാർ പറഞ്ഞ് മനസ്സിലാക്കണം സാർ. അവാർഡ് കിട്ടിയ കഥയാ. അവാർഡ് കിട്ടിയ കഥയാ. അല്ല, അവാർഡൊക്കെ കിട്ടി. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ. ഏതായാലും നിങ്ങൾ ഇന്നിപ്പോ ഈ വേദിയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നില്ല. നാളെ ഇതേ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കഥ അവതരിപ്പിക്കാനുള്ള അവസരം മുഖ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാനുണ്ടാവും. സത്യം, ധർമ്മം, നീതി എവിടെയുണ്ടോ അതിന്റെ കൂടെ ഞാനുണ്ട്. അപ്പൊ ശരി, എന്നാ നാളെ അവതരിപ്പിക്കാം. കാണണം.